ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം 2 മത്സരങ്ങളാണ് അർജന്റീന ദേശീയ ടീം കളിക്കുന്നത്. ആദ്യ മത്സരം ഫൈനലിസിമയാണ്, എതിരാളികൾ സ്പെയിനാണ്. ആ മത്സരത്തിൽ സ്കലോണി പരീക്ഷണങ്ങൾ ഒന്നും നടത്താൻ സാധ്യതയില്ല. പിന്നീട് ഖത്തറാണ് അർജന്റീനയുടെ എതിരാളികൾ. ആ മത്സരത്തിലാണ് സ്കലോണിക്ക് ഒരൽപ്പമെങ്കിലും പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരു അവസരം. ഏതായാലും വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് കണ്ടെത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സ്കലോണിയുടെ മുന്നിലുള്ളത്. ഈ സ്ക്വാഡിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് താരങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു താരമാണ് ക്രിസ്ത്യൻ മെഡീന. അതായത് നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗോയുടെ താരമാണ് ക്രിസ്ത്യൻ മെഡീന. ഇതിനു മുൻപ് അർജന്റീൻ ക്ലബ്ബായ എസ്റ്റുഡിയൻസിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. സമീപകാലത്ത് മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരു താരമാണ് ക്രിസ്ത്യൻ മെഡീന. നമുക്കറിയാം, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. പക്ഷേ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടും ഒക്കെ കളിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ്. 23 വയസ്സുള്ള ഒരു യുവതാരമാണ്. 2021 ഒരു തവണ അർജന്റീന ദേശീയ ടീമിന്റെ ഭാഗമാവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷെ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിരുന്നു. ഏതായാലും അർജന്റീന ടീമിൽ ഇടം നേടുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്ന് ക്രിസ്ത്യൻ മെഡീന ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വരുന്ന വേൾഡ് കപ്പ് അർജന്റീന ദേശീയ ടീമിനോടൊപ്പം കളിക്കാൻ പറ്റിയാൽ അത് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ സത്യം എന്തെന്നാൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. എന്നിരുന്നാലും അർജന്റീന ടീമിൽ കയറി പറ്റാൻ സാധിക്കും എന്ന പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കാര്യം അതായിരിക്കും. ഇതാണ് ക്രിസ്ത്യൻ മെഡീന ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാവില്ല. കാരണം അത്രയധികം മികച്ച താരങ്ങളെ ഇപ്പോൾ അർജന്റീനയ്ക്ക് ലഭ്യമാണ്. പ്രത്യേകിച്ച് യൂറോപ്പിൽ തന്നെ നല്ല രൂപത്തിൽ കളിക്കുന്ന താരങ്ങളെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ സ്കലോണി ക്രിസ്ത്യൻ മെഡീനയെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പുതുമുഖങ്ങളെ അദ്ദേഹം ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. തോമസ് പലാസിയോസ് അർജന്റീന ടീമിൽ ഇടം നേടിയേക്കും എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.